നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയും VFXും. എന്തുകൊണ്ടായിരിക്കും മലയാള സിനിമയിൽ അടിപൊളി VFX ഉള്ളൊരു പടം വരാത്തത്? മേജർ കാരണം ബഡ്ജറ്റ് തന്നെയാണ്. എന്നാലും ഈ അടുത്തിറങ്ങിയ ചില പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി VFX വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സിനിമ അധികം ബഡ്ജറ്റൊന്നും ഇല്ലാതെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള VFX തന്നൊരു സിനിമയാണ്. ഏതാണെന്നല്ലേ? ഗഗനചാരി. ആ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ചെറിയ ചെറിയ ഭാഗങ്ങളാണേലും അതിനകത്ത് കാണിക്കുന്ന രംഗങ്ങൾ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു അതിനകത്ത് കാണിച്ചു തരുന്നത്. അതിന് വലിയ ബഡ്ജറ്റൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ സെയിം ഡയറക്ടർ പുതിയൊരു പടം കൊണ്ടുവരുന്നുണ്ട്, വല. അതിൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടോ? ആ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് കാണാം ഒരു ക്വാളിറ്റി സംഭവം വരുന്നു. അടിപൊളി വിഷ്വൽസ്, നല്ല സൂപ്പർ VFX. ആ ഒരു പടത്തിൻ്റെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ മലയാളം പടം തന്നെയാണോ എന്ന്. അതേപോലെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല, ജസ്റ്റ് ആ ട്രെയിലർ ഒന്ന് എടുത്ത് നോക്കണം. സംഭവം നമ്മുടെ ഗഗനചാരി കണ്ടവർക്കറിയാം, അതൊരു മോക്യുമെൻ്ററി ടൈപ്പ് പടമായിരുന്നു. മലയാള സിനിമയിൽ അധികം കാണാത്ത ഒരു വെറൈറ്റി പടം. അതെല്ലാവർക്കും ഒന്നും തേച്ചിട്ടുണ്ടാവില്ല, എന്നാലും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണത്. അതേപോലെ തന്നെ ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു പടം ആയിട്ടാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു യൂണിവേഴ്സ് അല്ല, ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും കേരളം, ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത്. നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഫ്യൂച്ചർ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. സോംബീസ് ആണെങ്കിലും അല്ലെങ്കിൽ കുറേ വർഷം കഴിയുമ്പം ഇപ്പം അമേരിക്ക എങ്ങനെയാണ്, അങ്ങനത്തെ സംഭവമൊക്കെ. ഇപ്പോൾ നിങ്ങൾ ചെറുതായിരുന്നു ചിന്തിട്ടുണ്ടാവും ഈ ഡിനോസറൊക്കെ കേരളത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. അതായത് കുറേ കാലം കഴിയുമ്പം കേരളം എങ്ങനെ ഉണ്ടാവും. കുറേ കാലം കഴിയുമ്പോൾ എന്തായാലും റോബോട്ടുകളും ഇപ്പം തന്നെ AI കാണാമല്ലോ ഓരോ സംഭവങ്ങൾ പടച്ചു വിടുന്നത്. അതേപോലെ ടെക്നിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് മുന്നേറുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമ്മുടെ നാട്, അതൊരു വമ്പൻ കൺസെപ്റ്റാണ്. അത് വെച്ചിട്ട് നമ്മുടെ മലയാളത്തിലൊന്നും ഒരു പടം പോലും ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെയുള്ളത് ഗഗനചാരിയാണ്. അതേപോലെ ഒരു പടമാണ് ഈ വല. അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതിനകത്ത് ജഗതി ചേട്ടൻ പിന്നെയും വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ബേസിലുണ്ട്, ഗോകുൽ സുരേഷ് ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, പിന്നെ വിനീത് ശ്രീനിവാസൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ആ പടത്തിലുണ്ട്. എന്തായാലും ഗഗനചാരിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പടത്തിൽ കൂടുതൽ ബഡ്ജറ്റ് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ വിഷ്വൽസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിന് വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്, എങ്ങനെ ഉണ്ടാവുമെന്നറിയാൻ വേണ്ടി. സാധാരണ മലയാളം ടെംപ്ലേറ്റുകളിൽ നിന്ന് മാറി ഇങ്ങനത്തെ കുറേ പടങ്ങൾ വരണമെന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വല എന്ന് പറഞ്ഞ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക.